ഡ്രസ് മാറാ വേഗം വരിക. എന്താണ് അമ്മയ്യ? ഡ്രസ് മാറിയിട്ട് വേഗം കൊണ്ട് വരിക. അങ്ങനല്ല, കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണം കഴിഞ്ഞോട്ടെ. പറഞ്ഞു വെളുത്തുകാല സെറ്റാ. അപ്പൊ കണ്ണട ഇടണോ കണ്ണട അയക്കണോ? അപ്പൊ ഇട്ടട്ടെ. അപ്പൊ പറഞ്ഞിട്ടെ കണ്ണട ഇടാന്. ശരിക്കുഞ്ഞാമ്മ പറഞ്ഞു കേട്ടോ എന്റെ സെലക്ഷൻ മോശമല്ലാന്ന്. ആപ്പിയാ പോകുമ്പോ തന്നിട്ടില്ല എന്നാ? അല്ലാ, ഉമ്മ തന്നിട്ട് ആദ്യം പറഞ്ഞ കാര്യമാണ് മോനെ കേറി വാ ഐശ്വര്യമായിട്ട് നല്ല കുട്ടീനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞതിന് മുന്നേ ഉമ്മ പറഞ്ഞ എന്താന്നറിയ, ഉമ്മ തന്നിട്ടില്ല. ഇമ്മക്ക് ഉമ്മ എടുക്കാൻ പോകുമ്പോ ഇമ്മ ഓർക്ക് ഉമ്മ എടുക്കാൻ പറയും, മറ്റൊരു ഉമ്മ എടുക്കാൻ പറയും. പിന്നെ വിട്ടോണല്ലോ എന്റെ ഇടയില്. ആപ്പി ഇതാ, ആപ്പി റെഡി ആയിട്ടോ. ആപ്പി ഓൾറെഡി ഇവിടെ നോക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ സംഭവങ്ങള്. അമ്മയ്യ എവിടെയാ? വെളുത്തുകാല ആപ്പി പറഞ്ഞു വെളുത്തുകാല സെറ്റാ. അവിടേക്ക് ഇന്നെ കയറ്റാൻ ആരെങ്കിലും വേണ്ടേ? ഇന്നെ കയറ്റിക്കൊണ്ട ആപ്പിയാ. അല്ല ഇന്നെ കേട്ടാണ് മോളെ, അല്ല ഇന്നെ കേട്ടാണ് വരണം. ആണല്ലേ ബാക്കിന്നില്ല. ആപ്പി നിങ്ങള് കാണാനിട്ടാ അല്ലേ? അസൂയാലുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, കണ്ടില്ലേ? നിങ്ങള് ശരിക്കും കാണാനിട്ടാണ്. ആപ്പി കയ്യ നിക്കണ. ആപ്പി അതിനാണ് ഇവിടെ കറക്റ്റ് നിക്കണേ. ആപ്പി ചെയ്യുന്നില്ലേ? ഞാൻ ചെയ്ത കറക്റ്റ് അല്ലേ? ഒരു കല്യാണത്തിന് വേണ്ടി പോയി പെണ്ണിനെ നമ്മൾ കൂട്ടിക്കൊണ്ടെന്ന് കേറുന്നത് പറഞ്ഞാൽ പുതിയൊരു ജീവിതത്തിലേക്കാ. അപ്പൊ ആ ജീവിതത്തിലെ സ്റ്റെപ്പ് പിടിച്ചു തരാൻ നമ്മളെക്കാട്ടി മുതിർന്ന വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വേണം. അതാണ് ആപ്പി. ആ അങ്ങനെ ഓക്കെ അല്ലേ? അത് ആരും ഒന്നും തോന്നരുത് കേട്ടോ. ആപ്പിക്ക് വരാത്തതിന് സങ്കടം മാറ്റാണ്ടത് അതുകൊണ്ടാട്ടോ. ആദ്യം അന്നേരം കണ്ടെങ്കിൽ പോയിട്ട് ഇനി ഓടാൻ നോക്കാറുണ്ട്. ഉമ്മ കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. അങ്ങോട്ടും മാറ്റി ഊട്ടി കൊടുക്ക്. എന്താണ് അങ്ങനല്ല, മംഗലത്തെ ചീത്ത പറയാനിട്ട് എന്താണിത്? അല്ല ഇതുവരായിട്ട് എന്റെ അമ്മ ജ്യൂസ് ഇത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കി തന്നില്ല. ഇപ്പോഴൊക്കെ ഒരു കാര്യം മനസ്സിലായത്, ഇതുവരെ ഉമ്മ ഉണ്ടാക്കി തരുന്ന ജ്യൂസ് വെള്ളം ഒഴിച്ചിട്ടാണ്. ഇതിൽ വെള്ളം ഒഴിച്ചില്ല, നല്ല ടേസ്റ്റ് ഇല്ല. വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കിയതാ അല്ലേ? അതെ, ഇവിടെ ചൂടാണെന്നുണ്ടെങ്കിൽ മുകളിൽ AC ഉള്ള റൂമുണ്ട്. ആയിട്ടില്ല അതിനൊക്കെ ടൈമുണ്ട്. ഇവിടെ ഓരോരുത്തർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് സമയമുണ്ട്. തിരക്കാക്കണ്ട കേട്ടോ. ഓക്കെ അമ്മായി പറഞ്ഞ വേണ്ടില്ലേ? സലീക്ക് എന്ന് പറഞ്ഞാൽ അലമ്പ ഫോട്ടോ എടുക്കുള്ളൂ. പക്ഷെ അതിന്റെ ഡെഡിക്കേഷൻ വേറെ തന്നെ കേട്ടോ. ഏത് സമയത്താണെന്നുണ്ടെങ്കിലും ഓൻ എടുപ്പിക്കും. അതെ അതെ അതെ. ഇപ്പൊ ഞങ്ങള് വെയിൽ കൊണ്ടിട്ടില്ലേ മറിയ? അതെ, എക്സ്കോസ്റ്റഡ് ആയി. ഞങ്ങളെ വീട്ടിൽ നിന്നുള്ള അതെ, അങ്ങനെ കാര്യപ്പെട്ട കാര്യമൊന്നും ഈ ചോദിക്കരുത് കേട്ടോ. അതൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. നമ്മളൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി കാറ്റൊക്കെ ഒന്ന് കൊള്ളട്ടെ. അല്ല, ഞാൻ ഇന്നെ കിട്ടും, ഓളം കിട്ടും. ഓളത് നമ്മൾ ഒപ്പിയെടുക്കുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണല്ലോ.
എന്തോ ഒച്ചയില വർത്താനം പറഞ്ഞെന്നൊക്കെ മംഗലത്തമ്മ പറഞ്ഞേ. മംഗലത്തമ്മന്റെ കല്യാണ സീഡി നമ്മള് കണ്ടപ്പോഴേ മംഗലത്തമ്മ അതില് ഫുള്ള് ഇങ്ങനെ വർത്താനം നല്ല ഒച്ചയിലൊക്കെ പറഞ്ഞിരുന്നത്. എന്താണ് ഇപ്പൊ നമ്മള് ചെയ്യുമ്പോ വയസ്സായി മംഗലത്തമ്മ. അപ്പൊ നമ്മളിപ്പോ ചെറുപ്പക്കാര് കല്യാണം കഴിച്ചപ്പോ മംഗലത്തമ്മ എന്താ അത് പറ്റണില്ല അല്ലെ? അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ഇപ്പൊ മംഗലത്തമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, മോളെ വാ നമുക്ക് മുകളിൽ പോയിരിക്കാം. ഇങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ ഇപ്പൊ ഇരിക്കണ്ട അങ്ങനെ. അതുകൊണ്ട് മാത്രാണ് അല്ല ഞങ്ങളോ അതല്ല സെലീക്ക് ഫോട്ടോഗ്രാഫിക്ക് എന്തോ ക്യാമറ എടുക്കാനില്ലേ? എടുക്കാൻ അത് തന്നെ. അപ്പൊ മുകളിൽ പോയിട്ട് ഫോട്ടോ എടുത്താലേ പറ്റുള്ളൂ. ഇതെന്താണ് ഇപ്പൊ ഓളിയും പിടിച്ചിരിക്കുകയാണല്ലോ മംഗലത്തമ്മ. അതിനെ ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണ്. ആ അല്ല പഠിച്ചോ, നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് തൊടല്ലി മംഗലത്തമ്മ. ഇതും പെങ്ങളെ കുട്ടിയാ. എനിക്ക് പെങ്ങന്മാർ ഇഷ്ടം പോലെയാണ്, പെങ്ങളെ കുട്ടികളും ഇഷ്ടം പോലെയാണ്. എനിക്ക് തന്നെ അറിയൂല ആരൊക്കെയാണെന്നുള്ളത്. കാരണം അത്രയും പെങ്ങന്മാരും ഉണ്ട്, പെങ്ങന്മാരെ കുട്ടികളും ഉണ്ട്. ഇതൊരു പെങ്ങളെ കുട്ടിയാണ്, ഇതൊരു പെങ്ങളെ കുട്ടിയാണ്. പൊന്നിച്ചപ്പോ അല്ലാ കസാലിന്റെ അടി കൂടെ കണ്ണിലടങ്ങി. അതാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എന്റെ ഒരു എതിരാളി ഉണ്ടെന്ന്. ഓന്റെ അനിയനാണിത്. ഞാൻ പോയിട്ട് ഈ എന്താ പറഞ്ഞത്? മാമൻ എന്ത് ചെയ്യണം? ഇതുട്ട എന്താ ഈ പറഞ്ഞത്? മാമന് വൈഫിനേറ്റ് മുകളിൽ പോവാനാ? മാമിനേറ്റ് മുകളിൽ പോവാൻ ഇസുട്ടൻ പറയുന്നുണ്ട്. ഇസുട്ട ഇങ്ങനൊക്കെ പറഞ്ഞാല് പെങ്ങളെ മക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കേൾക്കാതിരിക്കാൻ വയ്ക്കാൻ പറ്റൂല. കാരണം നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. ഇവർക്കൊക്കെ കഷ്ടഭാഗ്യാണ് ഇവർക്കൊക്കെ. സൗണ്ടില്ല മൈക്ക് അത് വിഷമം ഉണ്ടാവില്ല ഓളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട്. ഞാനൊക്കെ കഴിച്ചിട്ടാ ഭയങ്കര സന്തോഷമായിരുന്നു. ആപ്പിങ്ങനെ വീട്ടിൽ നിന്ന് പൊട്ടനും പോയി പട്ടനും പോയി വോട്ട് കിട്ടി. അതിന്റെ സദ്യ ഞാൻ വിചാരിച്ചിട്ട് അല്ല എന്താ അടിപൊളി പരിപാടിയാണ്. പിന്നെ നമുക്കല്ല നമ്മളെ കാണില്ല. സങ്കടം വരൂലേ? അല്ലേ? കരച്ചില് ഉള്ളിന്ന് വരുന്ന സങ്കടം കൊണ്ടല്ലേ? കരയില്ലേ കേട്ടാ. അപ്പം നമ്മുടെ കുടുംബത്തിലെ ഒരു മിഡ് ജനറേഷൻ ആണിത്. അതായത് നമ്മളെ മറ്റേ എന്തായിരുന്നു
കഷ്ടഭാഗ്യം. കഷ്ടഭാഗ്യം പോലത്തെ വേറൊരു സംഭവം. അതായത് അങ്ങോട്ട് എത്തിയിട്ടുമില്ല എന്നാലും അങ്ങോട്ട് താന്നിട്ടുമില്ല എന്നുള്ളതിന്റെ ഇടയിൽ കിടക്കുന്ന ജനറേഷനാണ് ഇവര്. നമ്മളെ പിടിച്ചിട്ട് പറഞ്ഞു ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണമെന്ന്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഇപ്പൊ ഞാൻ നിങ്ങളെ മൊത്തം ഗ്യാങ്ങിനും പൈസ തരുന്ന എനിക്കൊരു പ്രശ്നമില്ല. പൈസ എനിക്കൊരു വിഷയമല്ല. 100-200 റുപ്യ ഞാൻ തരും. പക്ഷെ ആ പൈസ തന്നിട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താക്കണം? ഒരു ദിവസം ഫണ്ടാക്കിയാ പോരെ? ഒരു ദിവസം ഫുള്ള് അടിപൊളിയായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യും ഞാൻ. എങ്ങനെ പോരെ? നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങളെ കൊണ്ടുപോകും. ചാലിയം ബീച്ചിൽ കൊണ്ടുപോയിട്ട് ഐശ്വര്യതി ഓരോന്നോരോന്നായിട്ട് അവിടെ ഉണ്ടാവും. മധുരമുള്ള ഐശ്വര്യതി വേണ്ട, അത് വേണ്ട. മധുരമുള്ള ഐശ്വര്യതി അവിടെ ഉണ്ടാവും. എരിവുള്ള ഐശ്വര്യതി, ഉപ്പിലിട്ട മാങ്ങ, എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും എന്നറിയോ? ഞാനിപ്പോ ഒരു 200 റുപ്യ കൊടുത്തവർക്ക് എല്ലാവർക്കും അത് പറ്റുമോ? ക്യാമറ ഓഫ് ആക്കിയിട്ട് എന്നോട് ചോദിച്ചോക്കെ ഞാൻ പറയും. ഇപ്പൊ പറഞ്ഞോളി. അപ്പൊ ഇതിലേതാ ചൂസ് ചെയ്യണേ? 200 റുപ്യ വേണോ അതോ ചാലിയം ബീച്ചിൽ വൈബ് ചെയ്യണോ? രണ്ടും വേണ്ട. അടുത്ത ഓപ്ഷൻ വരട്ടെ. ആണോ? അല്ല, ഓപ്ഷന് രണ്ടേ ഉള്ളൂട്ടെ. ഒന്നുമില്ലെങ്കിൽ ബി. ഇത് മറ്റേ ഗുരുജി മറ്റേ കോടീശ്വരം പ്രോഗ്രാം അല്ലല്ലോ. ABCD വരെ തരാന്. AB. ഈ രണ്ട് ഓപ്ഷൻ നമ്മൾ എടുക്കില്ല. പുതിയ ഓപ്ഷൻ ഇട്ട് വെച്ചോ. പുതിയ ഓപ്ഷൻ ഇല്ല. ഇതില് നമുക്ക് വേണമെങ്കിൽ ഐശ്വര്യത്തിന്റെ കൂടെ എന്താ ചെയ്യാ? കഷ്ണം കൊടുക്കല്ല അമ്മയ്യ അല്ലെ? ഉപ്പിലിട്ടതിന്റെ മുളക് തേച്ച കഷ്ണം കൊടുക്കാം. മുളക് തേച്ച സ്റ്റാൻഡേർഡ് പ്രതീക്ഷിച്ച് സ്റ്റാൻഡേർഡ് ആക്കാനാണെന്നെ സർബത്തോ അങ്ങനെ എന്തെങ്കിലും ജ്യൂസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പിൻവലിച്ചാലോ? ചോദിച്ച ചോദ്യം പിൻവലിച്ചാലോ? എന്നാ ഓക്കെ. അല്ല, ക്യാമറ ഓഫ് ആക്കി അത് മാറൂല്ലേ? അപ്പൊ ക്യാമറക്ക് മുന്നിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നാ പറഞ്ഞത്. പക്ഷെ എന്തായാലും നമ്മളൊരു നല്ലൊരു ട്രിപ്പ് നമ്മുടെ ഈ മിഡ് ജനറേഷന്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. എന്നിട്ട് ഇവർക്ക് ഒരു ട്രീറ്റ്, ഒരു അടിപൊളിയായിട്ട് പാസ്സാക്കിയത് അമ്മായി കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. ഫാമിലി ട്രിപ്പാണ് പോകുന്നത്. മിഥുനത്തില് പോയ ടൂറാണ് നമ്മള് പോണത്. മിഥുനത്തില് പോയതേ ടൂറ് അന്നെ കിട്ടൂല നമ്മള്. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, അതൊക്കെ പഴയ ഫാഷനാ. മിഥുനൊക്കെ എത്ര കൊല്ലം മുമ്പ് ഇറങ്ങിയതല്ല ആപ്പിയ. അതാ കണ്ട ആപ്പി വരെ ഇറങ്ങി പുറത്തിറങ്ങി. ഇത്തിരി നേരം മുമ്പ് വരെ ആപ്പി ഇന്റെ ഭാഗത്തായിരുന്നു. ഇപ്പൊ എങ്ങനെ മറുകണ്ഠം ചാടി? ചായ പൈസ എത്ര റുപ്യാണ് ഇപ്പൊ ചായക്ക്? 12 റുപ്യ. അത് ചായ തരത്തില്ലേ? വേറെ എന്തെങ്കിലും പറഞ്ഞു 15 റുപ്യ. അല്ല, നമുക്ക് വേറൊരു കാര്യം ചെയ്യണോ? നമ്മളെ പോലത്തെ ആൾക്കാർക്ക് പോകാൻ പറ്റില്ല. അവിടെ കാറ്റുണ്ടാവില്ല. AC കിട്ടാൻ. അതെ, അതാവുമ്പോ തുറവെളിച്ചും കാറ്റും നല്ല വൈബും ആയിരിക്കും. അപ്പൊ നമ്മളെന്തായാലും ഒരു ഡേ നമ്മളെല്ലാരും അടിച്ചു പൊളിക്കും. അമ്മയ്യ, ഞാൻ ഇനിയെങ്കിലും കൊണ്ടോട്ടെ. നല്ല ചൂടൊക്കെ എടുക്കണം ഇവിടെ. എന്തൊരു കഷ്ടായി പോയി. അതെ, ഫുള്ള് ചൂട്. അതിന് ഓളെ ഞങ്ങള് കുട്ടികളെ പറഞ്ഞാൽ പോയിക്കോളൂ. എനിക്ക് മാറ്റണ്ടേ? അവിടെ ഒരു ബാത്റൂം അല്ലേ ഉള്ളു റൂമില്. റൂമിന്റെ ഉള്ളിൽ ഒരു ബാത്റൂമേ ഉള്ളൂ. എന്നാ പോയിക്കോളൂ. എന്നാ പോയിട്ട് വരി. പോയിട്ട് ഇപ്പൊ തന്നെ വരണട്ടാ. ഡ്രസ്സ് മാറാ വേഗം വരാം. എന്താണ് അമ്മയ്യ? ഡ്രസ്സ് മാറിയിട്ട് വേഗം വരാം. അങ്ങനല്ല, കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണം കഴിഞ്ഞോട്ടെ. ക്ഷീണം 2-3 ദിവസമായി. ഇവിടെ കൊറേ പണിയുണ്ട്. മീൻ മുറിക്കാനുണ്ട്, പിന്നെ അകും കൊലയൊക്കെ അടിച്ചേരി തുടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറാ വരാം. എന്തോ ഒരു വീട്ടിൽ എന്തോ ഒരു ചടങ്ങുണ്ട് എന്തോ പറഞ്ഞു കേട്ടുന്ന വ്യാപ്പണിനും പെണ്ണുങ്ങളെയും ഒക്കെ ഉള്ള എന്തോ ഒരു പരിപാടി ഓരവിടെ സ്പെഷ്യലായിട്ട് എന്തോ ഉള്ളത്. നമ്മളവിടുത്തെ മായിരുന്നല്ലോ ഓരവിടെ എന്തോ പ്രത്യേകമായിട്ട് നടത്തുന്ന ഒരു സംഭവം. അത് ഇവിടുത്തെ അതിന് ഓൾക്ക് ഇതൊന്നും ചെയ്യാൻ അറിയൂല. നടന്നോളൂ, ഈ കയ്യൊന്നും പിടിക്കാല്ല. ഓൾക്ക് ചെയ്യാൻ അറിയില്ല. ഇതൊന്നും പണിയെടുക്കാനൊന്നും അറിയൂല. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടേ, ഓളെ കയ്യിൽ ഓർണമെന്റ്സ് ഉള്ളതാണ്. അല്ല, ഓർണമെന്റ്സ് ഉള്ളതാട്ടോ. അത് പറ്റൂല. ഓർണമെന്റ്സ് ഉണ്ടെങ്കിൽ പറ്റൂല. അത് അതിന്റെ കല്ല് പോയി പോകും. കുട്ടോളം വളട്ട് വന്നാൽ അയച്ചിട്ട് പണിയെടുക്കാനാ പറയാ പണ്ടത്തെ അമ്മായിയന്മാര്. അമ്മായി, ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ വീട്ടിൽ എന്ത് ഇതുണ്ടെന്നുണ്ടെങ്കിലും
നമ്മളെ കൊണ്ടൊന്നും ഒരു കാര്യം അമ്മായി ചെയ്യിപ്പിക്കില്ല. കാരണം അത്രയും അടിപൊളിയാണ് അമ്മായി. ഒരു പണി നമ്മളെ കൊണ്ട് എടുപ്പിക്കാറില്ല. അറിയോ? എടാ കാര്യമായിട്ട് പറയാ, അമ്മായി എന്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ഒരു വയർപ്പ് ഒഴുകുന്ന അമ്മായിക്ക് ഇഷ്ടമല്ല. ഈ പേടിക്കേണ്ട ആവശ്യമില്ല. എടി ഒരു കല്യാണം കഴിച്ചിട്ടല്ലേ ഉള്ളൂ. നിന്നൊക്കെ നീ കല്യാണം കഴിച്ചതിന്റെ അഹങ്കാരല്ലേ? ആ അപ്പൊ ഇതൊക്കെ എന്തായാലും സാരല്ലേ മോളെ, നമ്മൾ എന്തായാലും പെട്ടു ഒന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിട്ട് വരാം. അത്ര സ്നേഹമുള്ള പിയാപ്പണ്ട കിട്ടിയല്ലോ, അതെന്റെ ഭാഗ്യം കേട്ടോ. ഇപ്പൊ ഇത്തിരി പണിയെടുത്താലും എനിക്ക് നല്ല ഗുണം ഉണ്ടാവും. ഞാനല്ലേ പിയാപ്പിള നോക്ക്, ഞാൻ ഇന്നത്തെ ആയിക്കോട്ടെ, എന്നാ പോയിട്ട് വരും. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ ഇത് അമ്മായി പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മളൊന്ന് പോയി മാറ്റി വരട്ടെ. എന്തായാലും കുടുങ്ങി ഇവരൊക്കെ പെങ്ങന്മാരുടെ ഇടയിലും അമ്മായിന്റെ ഇടയിലും ഒക്കെ. അമ്മായിയെ ഒരു കാര്യമുണ്ട്, അമ്മായിന്റെ കല്യാണം മുന്നേ നടന്നത് നന്നായി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഇതേമാതിരി ഞമ്മക്കും റാഗ് ചെയ്യായിരുന്നല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം അഭിപ്രായങ്ങളൊക്കെ. അതപ്പൊ നടന്നുപോയി, അതാ പ്രശ്നം. അതെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത റിസപ്ഷനിൽ കാണാം. റിസപ്ഷനിൽ കാണാം. അമ്മായി റിസപ്ഷൻ വിട്ട ഒരു പരിപാടി ഇല്ല. എനിക്ക് സാരി ഉടുക്കണ്ട, നീ തന്ന സാരി ഉടുക്കണ്ട. പ്രാങ്ക് റിസപ്ഷൻ ഇല്ല, പറ്റിച്ചേ. ഓക്കെ, അതെ നമ്മളെ റൂമിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ നോക്കാം, വെക്കൊന്ന് കുറച്ചേരം ഒന്ന് പോയിട്ട് ഞങ്ങൾ കാറ്റ് കൊള്ളട്ടെ. ബൈ, അസ്സലാമു അലൈക്കും. അല്ലേ ഒരു ബൈ പറഞ്ഞാല് നമ്മളെ വീട്ടിലെത്തിയേ. അപ്പൊ വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു.